മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലെ മുസ്ലിം ലീഗ് ചർച്ചയിൽ സമസ്തയ്ക്ക് അതൃപ്തി. ലീഗിന്റെ മന്ത്രിമാരിൽ കൂടുതലും മുജാഹിദ് വിഭാഗമെന്ന് സമസ്ത. മന്ത്രിസ്ഥാനം ഉറപ്പായ 3-ൽ 2 പേരും മുജാഹിദ് വിഭാഗത്തിൽ നിന്ന്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് സുന്നി വിഭാഗത്തിൽപ്പെട്ടതെന്നും സമസ്ത ചൂണ്ടിക്കാട്ടി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രസാദ്, ഇപ്പോൾ ദ്രുതഗതിയിൽ ഒരു ചർച്ച നടക്കുകയാണ്. ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. അത് 5-ാം മന്ത്രിസ്ഥാനം. മറ്റൊന്ന് പി.കെ. ബഷീറിനെ മന്ത്രിസഭയിലേക്ക്, അതായത് ലീഗിന്റെ മന്ത്രിമാരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പി.കെ. ബഷീർ ഉൾപ്പെടുകയാണെങ്കിൽ പാറക്കൽ അബ്ദുള്ളയാണ് മാറ്റുക എന്ന് പറയുന്നു. ഇതിൽ പി.കെ. ബഷീർ മുജാഹിദ് വിഭാഗവും പാറക്കൽ അബ്ദുള്ള സുന്നി വിഭാഗവുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമലി, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിഷയം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഇപ്പോൾ നിലവിൽ മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി, അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, കെ.എം. ഷാജി എന്നിവരിൽ കുഞ്ഞാലിക്കുട്ടി ഒഴിച്ച് മറ്റ് 2 പേരും മുജാഹിദ് വിഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ മുജാഹിദ് വിഭാഗത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയിൽ വലിയ അതൃപ്തി ഉണ്ടായിരിക്കുന്നു. സമസ്തയിലെ 2 വിഭാഗങ്ങളും, എ പി വിഭാഗമാണെങ്കിലും ഇ.കെ. വിഭാഗമാണെങ്കിലും അതിലെ നേതാക്കൾ ഇക്കാര്യം ലീഗിന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിൽ ഒരു മിതത്വം പാലിക്കാറുണ്ട് എന്നുള്ളതാണ് സമസ്തയുടെ നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പി.കെ. ബഷീർ, കെ.എം. ഷാജി, ഷംസുദ്ദീൻ ഇവർ 3 പേരും മന്ത്രിയാവുകയാണെങ്കിൽ ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് മന്ത്രി, മറ്റു 3 പേരും മുജാഹിദാണ് എന്നുള്ളതാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. പാറക്കൽ അബ്ദുള്ള അല്ലെങ്കിൽ കാസർഗോഡ് നിന്നുള്ള A.K.M. അഷറഫ്, കളമശ്ശേരിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള അബ്ദുൽ ഗഫൂർ, ഇവരിൽ ആരെങ്കിലും ഒരാളെ, തിരൂരിൽ നിന്നുള്ള കുറുക്കോളി മൊയ്തീൻ, ഇവരിൽ ആരെങ്കിലും ഒരാളെ കൂടി മന്ത്രിയാക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ മലപ്പുറത്ത് നിന്ന് പി.കെ. ബഷീറോ കെ.എം. ഷാജിയോ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി ലീഗ് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ചർച്ചകളിലേക്ക് ലീഗ് നേതൃത്വം കടക്കുകയാണ്. എങ്ങനെയാണ് അക്കാര്യം പരിഹരിക്കുക എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഒന്നിൽ കൂടുതൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇല്ല എങ്കിൽ അവരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തെ തന്നെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സമസ്തയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അതൃപ്തി നിലനിൽക്കുന്നു. മുജാഹിദ് വിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം വരുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരളത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ 5-ാം മന്ത്രി ഉണ്ടാകില്ല എന്ന ചോദ്യത്തിനൊക്കെ അദ്ദേഹത്തിന്റെ മറുപടി UDFന്റെ തീരുമാനം വരട്ടെ എന്നായിരുന്നു. അതിൽ തന്നെ പരിഗണനാ വിഷയമായി വരുന്നത് പ്രാദേശിക പ്രാതിനിധ്യവും മെറിറ്റും എല്ലാം പരിഗണിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞത്. ആ ഗണത്തിലേക്ക് ഇപ്പോൾ ഇത് ഏത് വിഭാഗം എന്നുള്ളത് കൂടി പരിഗണനാ വിഷയമായി വരുന്നു എന്നുള്ളതാണ് നിലവിൽ പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അത് സമസ്ത നിലവിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് കൂടുതൽ പേരും മുജാഹിദ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് നിലവിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവരിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരുള്ളതെന്നും സമസ്ത ചൂണ്ടിക്കാട്ടുകയാണ്.